ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ചാപ്റ്റർ ആയ നമ്പേഴ്സ് വേൾഡ് സംഖ്യാലോകം എന്നുള്ളതിൻ്റെ നെക്സ്റ്റ് പാർട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യന് സീറോ ഉള്ള പൂജ്യമുള്ള എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്, സീറോ ഇല്ലാത്ത എത്ര എണ്ണമുണ്ട്. സീറോ ഉള്ള രണ്ടക്ക സംഖ്യകൾ ടു ഡിജിറ്റ് നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് നമ്പർ മുതലാണ് ടു ഡിജിറ്റ്സ് നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 10 to 99 വരെയാണ് അല്ലേ ടു ഡിജിറ്റ് നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ പൂജ്യമുള്ള എത്ര രണ്ടക്ക സംഖ്യകളുണ്ട് എന്നാണ്. 10 പൂജ്യമുള്ള ഒരു രണ്ടക്ക സംഖ്യയാണ്. നെക്സ്റ്റ് ഏതാണ് വരിക? സീറോ വരുന്നത് 20 വരും, പിന്നെ 30 വരും, 40, 60, 70, 50 and 60, 70, 80, 90 അല്ലേ? 100 വരുമോ? ഇല്ല. 100 എന്താണ്? ഒരു 3 ഡിജിറ്റ് നമ്പേഴ്സ് ആണല്ലേ. നമ്മോട് രണ്ടക്ക സംഖ്യകളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എത്ര നമ്പേഴ്സ് ഉണ്ട്? 9 നമ്പേഴ്സ് ഉണ്ട് അല്ലേ. എത്ര നമ്പേഴ്സ് ഉണ്ട്? 9 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ പൂജ്യമുള്ള എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? 9 നമ്പേഴ്സ് ഉണ്ട്. ഇനി പൂജ്യം ഇല്ലാത്ത എത്ര എണ്ണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പൂജ്യം ഉള്ളത് നമ്മൾ കണ്ടുപിടി 9 നമ്പേഴ്സ് ആണ്. ഇനി പൂജ്യം ഇല്ലാത്തത്, സീറോ ഇല്ലാത്ത എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് എങ്ങനെ കാണാം? ആദ്യം ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ട്, അതായത് 1 മുതൽ 1 to 99 വരെ എത്ര നമ്പേഴ്സാണ്? 99 നമ്പേഴ്സാണ് അല്ലേ, അതറിയാം. ഇതിൽ 1 to 9 വരെ എത്ര? 1 to 9 വരെ എന്താണ്? ഒരക്ക സംഖ്യകളാണ് അല്ലേ. 1 ഡിജിറ്റ് നമ്പേഴ്സാണ് 1 to 9 വരെ. അതായത് 1 മുതൽ 9 വരെ, അതായത് 9 നമ്പേഴ്സ് 1 ഡിജിറ്റ് നമ്പേഴ്സാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 9 നമ്പേഴ്സിനെ മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര വരും? 90 വരും. അതായത് 90 നമ്പേഴ്സാണ് 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉള്ളത്. 90 നമ്പേഴ്സാണ്. ഇനി സീറോ ഇല്ലാത്ത എത്ര എണ്ണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സീറോ ഉള്ള എത്ര എണ്ണം ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു, 9 ആണ്. അപ്പോൾ സീറോ ഇല്ലാത്ത കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 90ന് 9 കുറക്കുക. 90ൽ നിന്നും 9 കുറച്ചാൽ മതി. അപ്പോൾ 90ൽ നിന്നും 9 കുറയ്ക്കുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 81 ആണ് കിട്ടുന്നത്. അപ്പോൾ സീറോ ഇല്ലാത്ത സംഖ്യകൾ എന്ന് പറയുന്നത്, 2 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 81 ആണ്. 2 സീറോ ഉള്ള എത്ര മൂന്നക്ക സംഖ്യകളുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 2 സീറോ ഉള്ള എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിക്കേ. ഏതൊക്കെയാണ് 2 സീറോ ഉള്ള മൂന്നക്ക സംഖ്യകൾ വരുന്നത്? 100 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക അല്ലേ. എത്ര മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 100. മൂന്നക്ക സംഖ്യകൾ 100 മുതൽ 90, 999 വരെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൽ എത്രയാണ് 2 സീറോ വരുന്ന ഏതൊക്കെ നമ്പേഴ്സ് വരും? 100 വരും, 200, 300, 400, 500, 600, 700, 800 and 900 വരും അല്ലേ. അങ്ങനെ 9 നമ്പേഴ്സ് വരും. ഓക്കെ. ഒരു പൂജ്യം മാത്രമുള്ള എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്, 3 ഡിജിറ്റ്സ് നമ്പേഴ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 3 ഡിജിറ്റ്സ് നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 100 മുതൽ 999 വരെയാണ് അല്ലേ. 100 to 999 വരെയാണ്. ഇതിൽ നമുക്ക് ചോദിച്ചിട്ടുള്ളത് ഒരു സീറോ മാത്രമുള്ളതാണ് നമുക്ക് കണ്ടെത്താൻ. ആദ്യം നമ്മൾ ഇതിനൊന്നൊരു കാറ്റഗറി ചെയ്യുക. അതായത് 100 മുതൽ 200 വരെ ഒരു കാറ്റഗറി, പിന്നെ 200 to 300, പിന്നെ 300 to 400. അങ്ങനെ ടോട്ടൽ എത്ര ഉണ്ടാവും? അങ്ങനെ കൗണ്ട് ചെയ്യുമ്പോൾ എത്ര കാറ്റഗറി ആയിട്ട് നമുക്ക് കിട്ടും? ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിക്കേ. 9 കിട്ടും അല്ലേ. ഇത് ഈ ഒരു നമ്പർ കൊണ്ട് നോട്ട് ചെയ്യാം. ഇനി 100 മുതൽ 200 വരെ ഉള്ളതിൽ നോക്കാം. 10 വരുന്നത് ഏതൊക്കെയാണ്? 101, 102, 103, അങ്ങനെയല്ലേ. അങ്ങനെ എക്സെട്ര 109 വരെ വരും അല്ലേ. 109 വരും.
ഇത് 200 300 ഓരോന്നിൽ വരും. 200 201 202 203 അങ്ങനെ വരും. 300 301 302 അങ്ങനെ വരില്ലേ. അപ്പോൾ എല്ലാത്തിലും ഈ ഒരു ഇത് വരുന്നുണ്ട്. ഈ ഒരു നമ്പേഴ്സ് 9 എണ്ണം വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? 9 into 9 ചെയ്യാം. 9 into 9 ചെയ്യാം. എത്രയാണ് വരിക? 9 into 9 81 81 കിട്ടും. ഓക്കെ, കഴിഞ്ഞോ? ഇത്രയേ ഉള്ളൂ ഒരു 0 വരുന്ന 3 അക്ക സംഖ്യകൾ. ഇനി വരുന്നില്ലേ? ഏതൊക്കെയാണത്? 110 120 130 140 അങ്ങനെ വരൂലേ? അങ്ങനെ എത്ര എണ്ണം വരും? 110 120 130 190 വരെ വരൂലേ? 190. പിന്നെ എന്താ വരിക? 200 ആണ് വരിക. അത് 20 ആണ് വരുന്നത്. അപ്പൊ അതിൽ ഉൾപ്പെടില്ല. ഇത് എത്ര എണ്ണം വരുന്നുണ്ട്? 110 മുതൽ 190 വരെ 9 നമ്പേഴ്സ് വരുന്നുണ്ട് അല്ലെ. ഇങ്ങനെ എല്ലാ കാറ്റഗറിയിലും വരില്ലേ. അതായത് 200 മുതൽ 300 വരെയുള്ളതിലും 210 220 അത് വരും അല്ലെ. അപ്പൊ എങ്ങനെ വരും? ഇതും 9 എണ്ണം വരുന്നുണ്ട്. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യാം? 9 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പൊ അതും 9 into 9 ചെയ്യുമ്പോൾ എത്രയാണ് വരിക? 81 ആണ് വരിക അല്ലെ. അപ്പൊ രണ്ടും 81 ആണ് വരിക. ഒരു 0 മാത്രമുള്ള എത്ര മൂന്നക്ക സംഖ്യ? ഇനി മൂന്നക്ക സംഖ്യ ഉണ്ടോ? ഒരു 0 വരുന്നുണ്ടോ? ഇല്ല. അപ്പോ നമ്മോട് ചോദിച്ചേക്കുന്ന ഒരു 0 മാത്രമുള്ള എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? നമ്മൾ കണ്ടെത്തി. 81 + 81 ചെയ്താൽ മതി അല്ലേ. 81 + 81 എത്രയാണ്? ഒന്ന് കൂട്ടി. 81 + 81 ഒന്ന് കൂട്ടി നോക്കിക്കേ. 288 162 കിട്ടും. ആൻസർ എന്താണ്? 162 162 ആണ് ഒരു 0 മാത്രമുള്ള മൂന്നക്ക സംഖ്യകൾ. ഓക്കെ, 0 ഇല്ലാത്ത എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ടെന്ന് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ടെന്ന് അറിയോ? അതായത് 1 മുതൽ 999 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 999 നമ്പേഴ്സ് ആണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ. 1 മുതൽ 999 നമ്പേഴ്സ് ആണ് വരുന്നത്. അതിൽ നിന്നും 1 മുതൽ 99 വരെ എന്താണ്? 1 മുതൽ 9 വരെ 1 ഡിജിറ്റ്സും 99 വരെ 2 ഡിജിറ്റ്സ് നമ്പേഴ്സുമാണ് വരുന്നത്. നമുക്ക് മൂന്നക്ക സംഖ്യയാണ് വേണ്ടത്. അപ്പോൾ മൂന്നക്ക സംഖ്യ സ്റ്റാർട്ട് ചെയ്യുന്നത് 100 മുതലാണ്. അപ്പോൾ 1 മുതൽ 99 വരെ 99 നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് അത് മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 900 കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 900 മൂന്നക്ക സംഖ്യകളാണ്, 3 ഡിജിറ്റ് നമ്പേഴ്സ് ആണെന്ന് കിട്ടി. ഇനി ഓൾറെഡി നമ്മൾ ഫസ്റ്റിലേ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് എന്ത്? 20 വരുന്ന നമ്പേഴ്സ് അല്ലെ. ഫസ്റ്റിലേ നമ്മൾ കണ്ടെത്തി 20 വരുന്ന നമ്പേഴ്സ് എത്രയായിരുന്നു? 9 ആയിരുന്നു അല്ലെ. 9 ആയിരുന്നു. ശേഷം നമ്മൾ എന്ത് കണ്ടെത്തി? 10 വരുന്ന നമ്പേഴ്സും കണ്ടെത്തി. 10 വരുന്ന നമ്പേഴ്സ് എത്രയായിരുന്നു? 162 അല്ലെ. 162 ആയിരുന്നു 10 വരുന്ന നമ്പേഴ്സ്. ഇപ്പൊ രണ്ടൊന്നും ആഡ് ചെയ്യാം. ഓക്കെ, ഇവ രണ്ടും ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി? ടോട്ടൽ മൂന്നക്ക സംഖ്യ 900 ആണെന്ന് കിട്ടി. അതിൽ നിന്നും ഈ നമ്പേഴ്സ് മൈനസ് ചെയ്താൽ കുറച്ചാൽ നമുക്ക് 0 ഇല്ലാത്ത മൂന്നക്ക സംഖ്യ കിട്ടില്ലേ. അപ്പോ നമ്മൾ ആദ്യം ഇത് 9 + 162 ചെയ്യാം. അപ്പൊ എത്രയാണ് കിട്ടുക? 171 കിട്ടും. 900 - 171 ചെയ്യാം. ഓക്കെ, 900 എല്ലാവരും ഒന്ന് കൂട്ടി നോക്കി. 171 ചെയ്താൽ എങ്ങനെയാണ്? ഇവിടെ 0 ആണ്, ഇവിടെയും 0 ആണ്. നമ്മളിവിടുന്ന് നെക്സ്റ്റ് 9ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം? കട എടുക്കണം അല്ലെ. അപ്പൊ ഇവിടെ എന്തായി? ഇവിടെ 10 ആയി. അപ്പൊ നമ്മൾ ഇവിടെ കീ ഒന്ന് എടുക്കുമ്പോൾ ഇവിടെ 9 ആയി. ഇവിടെ എത്രയായി? ഇവിടെ 10 ആയി. അപ്പൊ 10ൽ നിന്നും 1 മൈനസ് ചെയ്താൽ എത്രയാണ്? 9 വരും. 9ൽ നിന്നും 7 മൈനസ് ചെയ്താൽ എത്രയാണ്? 2 കിട്ടും. ആൻഡ് പിന്നെ ഇവിടെ 9 ഉണ്ടോ? ഇല്ല. നമ്മൾ ഇവിടുന്ന് 1 ഈ ഒരു നെക്സ്റ്റ് 0യിലേക്ക് കട എടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ എത്രയാണ് വരുന്നത്? 8 ആണ് വരുന്നത്. ഇവിടെ 8 ആണ് വരിക. അപ്പൊ 8ൽ നിന്നും 1 മൈനസ് ചെയ്താൽ 7. എത്രയാണ്? 729 നമ്പേഴ്സ് ആണ് എന്ത് വരുന്നത്? 0 ഇല്ലാത്ത മൂന്നക്ക സംഖ്യകൾ വരുന്നത് 729 എന്നാണ്. ഓക്കെ, ഇനി ഒരു അക്കം തന്നെ ആവർത്തിച്ചു വരുന്ന
എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? ഒരക്കം തന്നെ 3 തവണ ആവർത്തിച്ചു വരുന്ന മൂന്നക്ക സംഖ്യകളുണ്ട്. ഒരക്കം തന്നെ ആവർത്തിച്ച് വരുന്ന എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? ഏതൊക്കെയാണ് വരിക? നോക്കിക്കേ. 11, 22, 33, 44 അങ്ങനെ വരും അല്ലെ? അങ്ങനെ 99 വരും. അങ്ങനെ എത്ര നമ്പേഴ്സ് ഉണ്ടാവും? 9 നമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഇനി ഒരക്കം തന്നെ ആവർത്തിച്ചു വരുന്ന 3 തവണ ആവർത്തിച്ചു വരുന്ന മൂന്നക്ക സംഖ്യകളോ? 111, 222, 333 അങ്ങനെ അതും എത്ര എണ്ണം ഉണ്ടായിരിക്കും? 9 എണ്ണം ഉണ്ടായിരിക്കും. 9 എണ്ണം ഉണ്ടായിരിക്കും.